ഹൃദയാഘാതത്തെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടനില അദ്ദേഹം തരണം ചെയ്തു എന്നാണ് അറിയുന്നത്. വെന്റിലേറ്റർ സൗകര്യമുള്ള തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അപ്പോൾ വി.എസ്. ചികിത്സയിലുള്ളത്. CPM ജനറൽ സെക്രട്ടറി M.A. ബേബി, സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവർ തിരുവനന്തപുരം SUT ആശുപത്രിയിലെത്തി സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് M.A. ബേബി പറയുന്നത്. വി.എസ്. ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വരുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വി.എസ്. ICUവിലാണ്. അപ്പോൾ അവിടെ കയറി നമ്മൾ കാണാൻ പാടില്ല. അത് മക്കളോട് സംസാരിച്ചു, അരുണിനോടും. അത് ഡോക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പം പിന്നെ കൊണ്ടുവന്നതിന് ശേഷം ആരോഗ്യസ്ഥിതി സ്റ്റേബിളായിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. 101 വയസ്സ് കഴിഞ്ഞില്ലേ, 102ലേക്ക് നീക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെതായ ചില പ്രയാസപ്പെട്ടതുണ്ടായതാണ്. അങ്ങനെ ഉത്കണ്ഠപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാൽ തത്സമയം ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ വി.എസിൻ്റെ സുഖവിവരങ്ങൾ പറയൂ. വി.എസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആശുപത്രി എന്താണെങ്കിലും ഔദ്യോഗികമായിട്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വി.എസിന്റെ ബന്ധുക്കൾ, മക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് വി.എസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അതുതന്നെയാണ് മുതിർന്ന CPM നേതാക്കളൊക്കെ തന്നെ മക്കളോടും ഡോക്ടർമാരോടും സംസാരിച്ചപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ആരോഗ്യനില, അപകടകരമായിട്ടുള്ള ആരോഗ്യനില തരണം ചെയ്തു. അദ്ദേഹത്തെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മകൻ അരുൺകുമാറിന്റെ കൂടെ അദ്ദേഹം 4 വർഷമായി താമസിക്കുന്നത് ബാട്ടൺ ഹില്ലിലെ വീട്ടിലാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പട്ടം SUT ആശുപത്രിയിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഹൃദയാഘാതമാണ് എന്ന് വ്യക്തത വന്നത്. പിന്നീട് ആശുപത്രിയിൽ വെച്ചും രണ്ടാമതൊരു തവണ കൂടി അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചു. അങ്ങനെ 2 തവണ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത് തുടർന്ന് അദ്ദേഹത്തെ കാർഡിയക് ICUവിൽ നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ വെന്റിലേറ്റർ സഹായം ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ ശ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടത് ഒരു ശുഭസൂചന. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറിന് ശേഷം വെന്റിലേറ്ററിന്റെ സഹായം മാറ്റാവുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനില, അതായത് അദ്ദേഹത്തിന്റെ പ്രായം 101 നിന്നും 102 വയസ്സിലേക്ക് കടക്കുകയാണ്. ഒക്ടോബർ 20 അദ്ദേഹത്തിന് 102 വയസ്സാവും. അതുകൊണ്ട് തന്നെ ഈ പ്രായപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏജ് സംബന്ധിക്കുന്ന ചില സങ്കീർണതകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് നിലവിൽ നിരീക്ഷണത്തിന് അല്ലെങ്കിൽ ഈ രീതിയിൽ അദ്ദേഹം ആശുപത്രിയിൽ തുടരുന്നത്. ഈ നേതാക്കളായിട്ടുള്ള M.A. ബേബിയും എളമരം കരീമും ബിനോയ് വിശ്വമൊക്കെ തന്നെ അദ്ദേഹത്തെ നേരിട്ട് ആശുപത്രിയിൽ എത്തി. പക്ഷേ നേരിട്ട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. മക്കളോട് സംസാരിച്ച ശേഷമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷമായി വി.എസ്. അച്യുതാനന്ദൻ തിരുവനന്തപുരത്താണ് സ്ഥിരം താമസമായിട്ടുള്ളത്. 5 വർഷത്തോളം അദ്ദേഹം കവടിയാറിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 വർഷത്തോളമായി മകൻ അരുൺകുമാറിനൊപ്പം ബാട്ടൺ ഹില്ലിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇതിനു മുൻപ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിലും ഹൃദയാഘാതം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഈ 101 വയസ്സിനിടയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ആകെ വന്നത് സ്ട്രോക്ക് മാത്രമായിരുന്നു. അതിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പക്ഷേ എന്നും രാവിലെ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കുന്ന പതിവും, രാവിലെ അദ്ദേഹം TV-യിൽ ചില പ്രോഗ്രാം കാണുന്ന പതിവും എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസം 2 കെയർടേക്കർമാരാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ എല്ലാവിധ ശുശ്രൂഷകളും ഉണ്ട്. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ആരോഗ്യനില സുഖകരമായി പോകുന്ന സമയത്താണ് ഈ രീതിയിലൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അത് ഹൃദയാഘാതമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം സുഖകരമായി തന്നെ വരും. പോരാളിയെ തന്നെ അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും. മറ്റു പ്രശ്നങ്ങളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. പക്ഷേ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിനോ ഇതുവരെ ഇറക്കിയിട്ടില്ല. SK മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. പാവങ്ങളുടെ ഈ പടത്തലവൻ വേഗം സുഖം പ്രാപിക്കട്ടെ, അദ്ദേഹം ആശുപത്രി വിടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.